സോ AR മുരുകദാസിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴിലേക്കുള്ള തിരിച്ചുവരവാണ്. ഈ സിനിമയിൽ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള ലൈനിലാണ് എല്ലാവരും AR മുരുകദാസിൻ്റെ ആരാധകർ വെയിറ്റ് ചെയ്യുന്നത്. മദ്രാസി ടീസർ അല്ല ഇറങ്ങിയത്, ആദ്യം ഒരു ഗ്ലിംസ് ഇറങ്ങിയത്. ഓക്കെ. സോ നമുക്ക് മദ്രാസിയുടെ ട്രെയിലർ റിയാക്ഷൻ. മദ്രാസി ആ പേരിൽ പടം ഇറങ്ങിയിട്ടില്ലെന്നുള്ള അത്ഭുതം. അതെ, ഇത്രയും വർഷമായിട്ട്. ആരാ റുക്കു ഫാൻസ് അസംബിൾ. വെടിയൊക്കെ അല്ലേ? വിജയമാനുണ്ടോ? മരിക്കുവോ? അയ്യോ, അത് കഴിഞ്ഞാൽ ഇറങ്ങി പോകട്ടോ. அவன் ஒன்று நினச்சிட்டான்னா அதை முடிக்கிறதுக்கு எந்த எக்ஸ்டென்ட் வேணாலும் போவான். അനി വിധു ജമാൽ Getting into Tamil Nadu is not easy. ഇത് ഫോർത്ത് ഓൾ ബ്രേക്കിംഗ് ആണോ? சொன்ன மாதிரி அந்த மாளுக்கு துண்டு துண்டா வெட்டி செதைச்சிருவேன். നിരന്നു വെടിയെന്ന് ഒരുത്തം വിളിച്ചപ്പോൾ ആക്ഷൻ സ്റ്റാർ ആകാൻ പോലെ. முடிஞ்சா தொடரா. ഇന്റർവെൽ ആയിരിക്കും. അതെ, ഇന്റർവെൽ പഞ്ചായിരിക്കും. I am waiting. അത് തന്നെ പറയായിരിക്കും. തുപ്പാക്കി ഒക്കെ ഇല്ലാലും വില്ലനാണ്. കൊള്ളാം, ആ ഡയലോഗ് കൊള്ളാം. இது என் ஊர் சார், நான் கூட நிற்பேன். സെപ്റ്റംബർ 5 പടം. 29 തള്ളി കേട്ടോ. ഊറ് സാർ മദ്രാസി. അവൻ ആരാന്ന് അണ്ണൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏതറ്റം വരെയും പോകുന്ന പറയുന്നത്. മറ്റേ സാധനമാണോ? മറ്റേ ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്താണ് ഇയാളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഡോക്ടർ ഈ പടത്തിന്റെ പ്ലോട്ട് പറയുന്ന സാധനമായിരിക്കും ഇത്. ആക്ച്വലി എനിക്ക് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത് മുരുകദാസിനൊരു സമാധാനം ഉണ്ടാവും. അതായത് കട്ട്സിന് പടത്തിന്റെ ഋതത്തിന് ഒരു എനർജി ഉണ്ട്. അതായത് നമ്മുടെ അനിരുദ്ധ ബാക്കി ചെയ്യുന്നത്. അനിരുദ്ധിന്റെ കാര്യം കൊണ്ടുപോകാൻ കത്തിക്ക് ഞാൻ കൂലിയിൽ ഇട്ടിട്ട് സെറ്റ് ആവുന്ന. അനിരുദ്ധാണോ പടത്തിന്റെ പേരിൽ ഒരു സോങ് മസ്റ്റാ? അതും കൊള്ളാരും മദ്രാസി എന്നുള്ള. പിന്നെ ആക്ച്വലി ചേട്ടൻ ചോദിച്ച അതേ സാധനം, തുപ്പാക്കിയെ പൊടിച്ച് എന്ന് പറഞ്ഞ പോലെ തുപ്പാക്കി ആര് പിടിച്ചാലും ഇല്ല ഞാൻ തന്നെ എന്ന് വിദ്യുജന്മാര് പറയുന്നത്. അതൊക്കെ ആക്ച്വലി രസമുണ്ട്. അതെ, കൊമേഴ്ഷ്യൽ പടത്തിന്. പിന്നെ തുടരാ പാക്കല അന്നല്ലേ ഡയലോഗ് തരുന്നത്, മുടിഞ്ഞ തുടരാ അങ്ങനെ പറയുന്നില്ലേ? അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ പിന്നെ ഇന്റർവെൽ പഞ്ചായിരിക്കും. ഒരു ഫൈറ്റ് ചേട്ടൻ പറഞ്ഞ ഇത് പറയുമ്പോൾ വിദ്യുജമാൽ അപ്പുറത്ത് എന്ന് പറയണം. അപ്പോഴാണ് അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു വിദ്യുജമാലിനെ ഇടുന്നത് തന്നെ കുറച്ച് ആ ലൈൻ സാധനം. കാരണം വിദ്യുജമാൽ ആക്ച്വലി ആ സിനിമയ്ക്ക് ശേഷം പിന്നെ അതെ എനിക്കൊന്ന് തുപ്പാക്കി കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാറൊക്കെ ചെയ്തു. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ ഫ്രീ, കുറച്ചുകൂടെ ഫൺ വിദ്യുജമാലിനെ കാണുന്നത്. അത് പുള്ളി നോർത്തിലാണെങ്കിലും ചെയ്ത കുറച്ച് പടങ്ങൾ അങ്ങനെ അങ്ങോട്ട് നല്ല ഫൈറ്റ് ഉണ്ടെങ്കിൽ പുള്ളി നായകനായിട്ട് അഭിനയിച്ച് കുറച്ച് പടത്തി. അതെ. ഇപ്പൊ വീണ്ടും തമിഴിലേക്ക് വന്ന് ആക്ച്വലി പുള്ളിക്ക് തുപ്പാക്കി കൊടുത്തൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. തുപ്പാക്കി വില്ലനായിട്ട് അഭിനയിക്കുമ്പോഴും വെറും ഒരു വില്ലൻ ലൈനല്ല, പുള്ളിയുടെ ആ വില്ലൻ വേഷത്തിനൊരു നല്ല ഒരു ഫാൻ ബേസ് ഉണ്ടായി. അതെ, ഇതിനകത്തും എനിക്ക് തോന്നുന്നത് ശിവകാർത്തികേയന്റെ റോള് കുറച്ച് ബോറിംഗ് ആയിരിക്കും. കുറച്ചൊരു ആക്ഷൻ ഹീറോ ലൈൻ, കുറച്ച് മസിൽ പിടുത്തം ബലപിടുത്തം പരിപാടിയൊക്കെ ആയിരിക്കും. എനിക്ക് മറ്റേ പടം ശിവകാർത്തികേയൻ എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ കൊള്ളാമെന്നുണ്ട്. മറ്റേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുത്തപ്പെടാതെ വാലിബർ സംഘത്തിന്റെ അത് ഫുള്ളി നഷ്ടപ്പെട്ടു. ശിവകാർത്തികേയൻ ആ സ്പേസിലേ ഇല്ല. അതാണ് അത് ഇവര് ചേട്ടാ ആക്ഷൻ ഹീറോ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. കാരണം അതിന്റെ വൈബ്. പിന്നെ വിജയ് ഇപ്പോൾ ഏതായാലും ഇലക്ഷന് നിൽക്കുകയാണ്. ജയിച്ച CM ആണ്. അങ്ങനെ പിന്നെ നോക്കണ്ട, സിനിമയിലേക്കില്ല. ആ സ്പേസ് നികത്താൻ പോകുന്നത് പുള്ളിയുടെ ഒരു പ്രസംഗവും വൈറലായിട്ടുണ്ട് വിജയുടെ. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു വിജയ് സിനിമയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് ശിവകാർത്തികേയൻ എൻട്രി എളുപ്പമാണ്. കാര്യം ബാക്കി വേറെ ആരും ആ ലിസ്റ്റിലില്ല. സൂര്യയും വിക്രവും മറ്റേ പഴയ ആൾക്കാർ ആരും തന്നെ മത്സരിക്കാനേ ഇല്ല ഈ പരിപാടിക്ക്.
അവർ വേറെ വഴിക്കാം. തലയില്ല അവിടെ, തല വണ്ടിയിൽ പോയിരിക്കുക. പിന്നെ ആകെയുള്ള തലവർ മാത്രമേ ഉള്ളൂ. തലവർക്ക് 2 വർഷം കൊടുക്കും ഒരു പടം. സൂര്യൻ പോയി, സൂര്യൻ ആ ലൈനിലേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ മറ്റേത് വരണം, നമ്മുടെ LCUലെ പടം റോളക്സ് വരണം. റോളക്സ് വന്നിട്ടാൽ സോ അപ്പോൾ ഇത് കണ്ടിട്ട് രസമുള്ള ഒരു പടമാവട്ടെ എന്ന് നമ്മൾ തോന്നുന്നു. കാരണം ഈ മുരുകദാസിന്റെ പടങ്ങൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 50% ഫൺ, ഒരു ബേസിക് ഐഡിയ ഉണ്ട്. മുരുകദാസിന്റെ പിന്നെയുള്ള പടങ്ങൾ കുറച്ച് അധികം കത്തി മാത്രമല്ല, കുറച്ച് കത്തി എന്ന് ഉദ്ദേശിച്ച് മറ്റേ കത്തിയല്ല, വിജയ കത്തിയല്ല, മൊത്തത്തിൽ മറ്റേ നമ്മള് ഓവർ ദ ടോപ്പ് ആയി പോകും ഭയങ്കരമായിട്ട്. അതിൽ നിന്നും തിരിച്ചു വന്നിട്ട് സിക്കന്ദർ എന്ന് പറഞ്ഞാൽ വേറെ സിക്കന്ദർ എയറിലായിരുന്നു. നമ്മുടെ തലവരെ വെച്ചിട്ട് പടം ചെയ്തിരുന്നു ദർബാർ ഞാൻ കണ്ടിട്ട്. ദർബാറിന്റെ ഫസ്റ്റ് ഹാഫ് ഒരു പരിധി നമ്മൾ സഹിക്കാം, സെക്കൻഡ് ഹാഫ് വൺ ഷോ ആയിരുന്നു. അതേപോലെ എനിക്ക് തോന്നുന്നു മറ്റേ സർക്കാർ എന്ന് പറഞ്ഞ് വിജയിച്ച് പടം ചെയ്തു. ആ സിനിമയും ഒരു വാച്ചബിൾ പടമാണ്. പക്ഷെ അതിൻ്റെ സെക്കൻഡ് ഹാഫ് റൈറ്റിംഗ് ആണ് പടം താഴേക്ക് പോണത്. എനിക്ക് മുരുകദാസിൻ്റെ ഭയങ്കര ഫേവറേറ്റ് പടമാണ് 7ാം അറിവ്. അതായത് ഞാൻ ആദ്യമായിട്ടൊരു സിനിമയുടെ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോകുന്നത് 7ാം അറിവാണ്. അപ്പോൾ അതിനു മുമ്പ് തിയേറ്ററിൽ പോയി സിനിമ കാണുമെങ്കിലും ഈ FDFS പരിപാടി കാണാൻ ആദ്യമായിട്ട് ഞാൻ പോണത് 7ാം അറിവിലാണ്. അപ്പോൾ അന്ന് എനിക്കൊന്ന് ഓർമ്മ, രാവിലെ പോയി തിയേറ്ററിൽ രാവിലെ മുതലേ നിൽക്കുക. രാവിലത്തെ ഷോ കാണാൻ പറ്റിയില്ല. തിയേറ്ററിൻ്റെ വാതിൽക്കൽ നിന്ന് അവിടുന്ന് പിന്നെ മാറ്റിനി ഷോയ്ക്ക് ടിക്കറ്റ് റിസർവ് ചെയ്ത് ഫുഡ് പോലും കഴിക്കാൻ നിന്ന് കണ്ട പടമാണ് 7ാം അറിവ്. അപ്പോൾ അത്രയും അന്ന് ആ സിനിമയുടെ ട്രെയിലറൊക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ സിനിമയ്ക്ക് ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു അന്ന്. പക്ഷേ അന്നത്തെ കാഴ്ചയിൽ, ഫസ്റ്റ് കാഴ്ചയിൽ എനിക്ക് പടം ഭയങ്കര എക്സൈറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കണ്ടപ്പോൾ നമുക്കൊരു രസമുണ്ടല്ലോ. കണ്ടിറങ്ങി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാണുമ്പോഴാണ് അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്ക് പടം കുറച്ചങ്ങ് പോകും കയ്യിൽ നിന്ന്. പണ്ട് തൊട്ടേ ഈ പറയുന്ന പോലെ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ സീൻ വേണമെന്ന് പുള്ളിക്ക് ഉണ്ട്. പക്ഷെ അത് അതിന്റെ അളവ് ഭയങ്കര. പക്ഷേ ഈ ആക്ഷൻ സീക്വൻസിൽ ഏറ്റവും നല്ല വേർഷൻ ചെയ്തത് പടം തുപ്പാക്കിയിൽ. അതായത് തുപ്പാക്കിയിൽ ഈ ഓവർ ദ ടോപ്പ് ആക്ഷൻസ് ഭയങ്കര കുറവാണ്. അതായത് ഒരു സോൾജിയർ എങ്ങനെയായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത് അത് ഭയങ്കര നല്ല രീതിയിൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തത്. ഹിന്ദി ഹോളിഡേ ചെയ്തു. ആക്ച്വലി തുപ്പാക്കി ഹിന്ദിയിലാണ് ഫസ്റ്റ് ചെയ്യാതിരുന്നത് പുള്ളി. അക്ഷയ് കുമാറാണ് പറഞ്ഞത് നിങ്ങൾ പോയി തമിഴ് ചെയ്തിട്ട് പോകാൻ നമുക്ക് പിന്നെ റീമേക്ക് ചെയ്യാം. അങ്ങനെ വരുമ്പോഴേ എനിക്കൊരു സുഖമുള്ളൂ. ഞാൻ ഒറിജിനലായിട്ട് ചെയ്താൽ അതിന് സുഖമില്ല. ഒരു റീമേക്ക് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സന്തോഷമില്ല. സോ അതുകൊണ്ട് മദ്രാസി സെപ്റ്റംബർ 5-ാം തീയതിയാണ് റിലീസ്. FDFS ഉറപ്പായിട്ടും കാണുന്ന സിനിമയായിരിക്കും. മുരുകദാസിന്റെ പടമല്ലേ. സിക്കന്ദർ തന്നെ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ നമ്മളിവിടുന്ന് തിയേറ്ററിൽ ഈ ഹിന്ദി പടം കളിക്കത്തില്ല. പഴയ കാലഘട്ടത്തിലെ ലോകേഷ് ആയിരുന്നല്ലേ, എന്തെങ്കിലും ഒരു സാധനവും കൊണ്ട് പുള്ളിയുടെ എല്ലാ സിനിമയിലും ഒരു നല്ല ഉണ്ടാവും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇച്ചിരി പുള്ളി സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് ശിവകാർത്തികനും കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രഷർ കുറവാന്ന് തോന്നി. വലിയ നായകനെ വെച്ച് ചെയ്യേണ്ടി മറ്റേ ആ ഒരു വലിയ ഹെവി ഒരു സൂപ്പർ സ്റ്റാർഡത്തിന്റെ ഒരു ഭാരം കുറവുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഒരു സ്കെയിൽ ഡൗൺ ചെയ്ത് പുള്ളി പഴയ ഒരു ഡയറക്ടോറിയൽ ഫ്ലെയർ കുറച്ചുണ്ടാവും. പിന്നെ ഇതിൽ ഈ ആക്ഷൻ സീക്വൻസിലും ഈ ബ്ലാസ്റ്റിലൊക്കെ ഒരു ഒറിജിനൽ ബ്ലാസ്റ്റ് അത് രസമുണ്ടായിരുന്നത്. ആ മറ്റേ വൈഡ് ഇത്രയും കാറുകളൊക്കെ സ്കെയിലൊക്കെ രസമുണ്ട്.